നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 24-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഒരു വ്യക്തിക്ക് സ്വന്തം പേരിൽ കൈവശം വയ്ക്കാവുന്ന സിം കാർഡുകളുടെ എണ്ണത്തിൽ കർശന നിയന്ത്രണങ്ങളുമായി കേന്ദ്ര ടെലികോം വകുപ്പ് ഉത്തരവിറക്കി. പുതിയ നിർദ്ദേശപ്രകാരം രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഒരാൾക്ക് പരമാവധി 9 സിം കാർഡുകളും, ജമ്മു കാശ്മീർ, ആസാം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പരമാവധി 6 സിം കാർഡുകളും മാത്രമേ കൈവശം വയ്ക്കാൻ അനുവാദമുള്ളൂ. ഏതെങ്കിലും ഒരു പ്രത്യേക നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ മാത്രമല്ല, എല്ലാ ടെലികോം കമ്പനികളിൽ നിന്നുമായി ആകെ എടുത്ത സിമ്മുകളുടെ പരിധിയാണിത്. ഈ അനുവദനീയമായ പരിധി പൂർത്തിയായ ഉപഭോക്താക്കൾക്ക് ഓഗസ്റ്റ് 24 മുതൽ പുതിയ കണക്ഷനുകൾ നൽകുന്നത് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് പുതിയ സിം കാർഡിനായി അപേക്ഷിക്കുന്ന വേളയിൽ നിലവിൽ സ്വന്തം പേരിൽ ഏതൊക്കെ നെറ്റ്വർക്കുകളിൽ എത്ര സിം കാർഡുകൾ ഉണ്ടെന്ന വിവരം ഉപഭോക്താക്കൾ നിർബന്ധമായും വെളിപ്പെടുത്തണം. ഉപഭോക്താക്കൾ പരിധി ലംഘിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം അഥവാ DIP പരിശോധിക്കാൻ ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി പരിധി പിന്നിട്ടവരുടെ വിവരങ്ങളും ഫോട്ടോയും ഓഗസ്റ്റ് 23 മുതൽ കമ്പനികൾക്ക് DIP സംവിധാനം വഴി ലഭ്യമാക്കി തുടങ്ങും. ടെലികോം കമ്പനികൾ നടത്തുന്ന ഈ പുതിയ പരിശോധനാ രീതി നവംബർ 30-നകം പൂർണ്ണതോതിൽ തത്സമയ അഥവാ റിയൽ ടൈം സംവിധാനത്തിലേക്ക് മാറ്റണമെന്നും ടെലികോം വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ വലിയ തുക വേണമെന്ന് കരുതുന്ന ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ സാമ്പത്തിക സുരക്ഷ നൽകാനായി തപാൽ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് അഥവാ RPLI. 1995 മാർച്ച് 24-ന് ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ 19 മുതൽ 55 വയസ്സ് വരെയുള്ളവർക്ക് സുരക്ഷിതമായി ഇൻഷുറൻസ് പരിരക്ഷ നേടാം. ഗ്രാമീണരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആകെ 6 തരത്തിലുള്ള പോളിസികളാണ് ഇന്ത്യ പോസ്റ്റ് നൽകുന്നത്. ആയുഷ്കാല പരിരക്ഷ നൽകുന്ന ഗ്രാം സുരക്ഷ, നിശ്ചിത കാലാവധിയിൽ തുക തിരികെ നൽകുന്ന ഗ്രാം സന്തോഷ്, 5 വർഷത്തിനു ശേഷം പോളിസി തരം മാറ്റാൻ കഴിയുന്ന ഗ്രാം സുവിധ, ഇടയ്ക്കിടെ പണം ലഭിക്കുന്ന മണി ബാക്ക് പദ്ധതികളായ ഗ്രാം സുമംഗൾ, ഗ്രാം പ്രിയ, കുട്ടികൾക്കായുള്ള ബാലഭവിഷ്യ എന്നിവയാണവ. കുറഞ്ഞ പ്രീമിയവും ഉയർന്ന ബോണസും നൽകുന്നതിനൊപ്പം നിബന്ധനകൾക്ക് വിധേയമായി ലോൺ സൗകര്യവും പരമാവധി 3 പേരെ വരെ നോമിനിയായി ചേർക്കാനുള്ള അവസരവും RPLI വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യ പോസ്റ്റിന്റെ ഓൺലൈൻ പോർട്ടൽ വഴിയും ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള ഓട്ടോ ഡിഡക്ഷൻ വഴിയും ഇപ്പോൾ പ്രീമിയം തുക വളരെ എളുപ്പത്തിൽ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. പ്രീമിയം അടയ്ക്കാൻ വൈകിയാൽ പ്രതിമാസം 1% പിഴ ഈടാക്കുമെന്നതിനാൽ തുടർച്ചയായി അടയ്ക്കാതിരുന്നാൽ പോളിസി ലാപ്സ് ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവ പിന്നീട് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. പോളിസി എടുക്കുന്നതിന് മുൻപ് പ്രായം, ആവശ്യമായ തുക, നിലവിലെ നിബന്ധനകൾ എന്നിവ പരിശോധിക്കാൻ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുന്നത് നന്നായിരിക്കും. ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനായി മറക്കരുത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന പഠനമുറി പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ സർക്കാർ വിപ്ലവകരമായ ഇളവുകൾ അനുവദിച്ചുകൊണ്ട് പുതിയ ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള വീടിന്റെ വിസ്തീർണ പരിധി 1000 ചതുരശ്ര അടിയായി ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ നിലവിലുണ്ടായിരുന്ന മാനദണ്ഡമനുസരിച്ച് വീടിന്റെ മൊത്തം വിസ്തീർണം 800 ചതുരശ്ര അടിയിൽ താഴെയായിരിക്കണമെന്ന കർശന നിബന്ധനയുണ്ടായിരുന്നു. എന്നാൽ മാതാപിതാക്കളുടെ അധ്വാനം കൊണ്ടോ മറ്റ് സർക്കാർ സഹായങ്ങൾ കൊണ്ടോ 800 ചതുരശ്ര അടിക്ക് മുകളിൽ അല്പം വലിയ വീട് പണിതു എന്ന കാരണത്താൽ യഥാർത്ഥത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹരായ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് ഈ പഠനമുറി ധനസഹായം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പരാതികളും നിവേദനങ്ങളും ഉയർന്നതിനെ തുടർന്ന് വിഷയം കൃത്യമായി പരിശോധിച്ച് കുട്ടികളുടെ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ ഇളവ് അനുവദിക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഇതുകൂടാതെ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച 1000 പഠനമുറികളുടെ നിർമ്മാണം കൃത്യമായി 100 ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിച്ച് ലക്ഷ്യം പൂർണ്ണമായും കൈവരിച്ചതായി പട്ടികജാതി വികസന വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചു. ഈ നീക്കത്തിലൂടെ പട്ടികജാതി മേഖലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പഠനാന്തരീക്ഷവും മെച്ചപ്പെട്ട ഭാവി കെട്ടിപ്പടുക്കാനുള്ള വലിയൊരു അവസരവുമാണ് ഒരുങ്ങിയിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴി നൽകി വരുന്ന പെൻഷൻ വിതരണത്തിനായി ധനവകുപ്പ് 32 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. ഈ തുക ലഭ്യമായതോടെ വരാനിരിക്കുന്ന ഓണത്തിന് മുന്നോടിയായി തന്നെ അർഹരായ മുഴുവൻ പ്രവാസികളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്
പെൻഷൻ തുക നേരിട്ടെത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്ത് പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഫണ്ടിൽ നിന്നും തുക വകമാറ്റി ചെലവഴിച്ചതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ വിതരണം തടസ്സപ്പെടാനും കുടിശ്ശിക വരാനും പ്രധാന കാരണമായത്. എങ്കിലും നാടിന്റെ നട്ടലായ പ്രവാസി സമൂഹത്തോട് സർക്കാരിനുള്ള പ്രതിബദ്ധത മുൻനിർത്തിയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ആദ്യഘട്ടമെന്ന നിലയിൽ നിലവിലെ തുക അനുവദിക്കുകയും ചെയ്തത്. കൂടാതെ കുടിശ്ശികയായി കിടക്കുന്ന മുഴുവൻ തുകയും എത്രയും വേഗം ലഭ്യമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷന്റെ രണ്ടാം ഘട്ട വിതരണമായ 2000 രൂപ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നേരിട്ടെത്തിക്കുന്നതിലും ചില ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിലും സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും കേന്ദ്രവിഹിതമായ 200 മുതൽ 500 രൂപ വരെയുള്ള തുക ഉൾപ്പെടെയുള്ള മുഴുവൻ പെൻഷൻ ആനുകൂല്യങ്ങളും ഓഗസ്റ്റ് 31 മുൻപായി പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അടുത്തയാഴ്ച തുടർച്ചയായി അവധി ദിവസങ്ങൾ വരുന്നതിനാൽ ഉത്രാടത്തിന് മുൻപ് തന്നെ അർഹരായ എല്ലാവരുടെയും കൈകളിൽ തുക എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ. നിലവിൽ 24 ലക്ഷത്തോളം ആളുകൾക്ക് വീടുകളിൽ നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന രീതിയോടൊപ്പം സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനുമെല്ലാം നൽകുന്നുണ്ടെങ്കിലും കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച പുതിയ ഉത്തരവനുസരിച്ച് ഇനി മുതൽ നേരിട്ടുള്ള പെൻഷൻ വിതരണം പൂർണ്ണമായും നിർത്തലാക്കാൻ തുക മുഴുവൻ DBT സംവിധാനം വഴി, അതായത് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രം കൈമാറാനും തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. വരും ഓണക്കാലത്ത് ഗുണഭോക്താക്കൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ പഴയപടി തന്നെ തുക ലഭ്യമാകുമെങ്കിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ പുതിയ നിയമത്തിന്റെ തുടർ നടപടികൾ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി നിലവിൽ ബാങ്ക് വഴി പെൻഷൻ വാങ്ങാത്ത എല്ലാവരും തങ്ങളുടെ കൃത്യമായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അധികൃതർക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതായി വരും. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരും മുൻപ് അക്കൗണ്ട് ഉണ്ടെങ്കിലും ദീർഘകാലമായി ഇടപാടുകൾ നടത്താത്തതിനാൽ അക്കൗണ്ട് മരവിച്ച അവസ്ഥയിലുള്ളവരും ഉടൻ തന്നെ സമീപത്തുള്ള ദേശസാൽകൃത ബാങ്കുകളിലോ ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ പുതിയ അക്കൗണ്ട് ആരംഭിക്കുകയോ അതല്ലെങ്കിൽ ഒറിജിനൽ ആധാർ കാർഡും കോപ്പിയും നൽകി KYC പൂർത്തിയാക്കി പഴയ അക്കൗണ്ടുകൾ ആക്റ്റീവാക്കുകയോ ചെയ്യണം. ചെറിയ പെൻഷൻ തുകയ്ക്ക് മാത്രമായി അക്കൗണ്ട് എടുക്കുമ്പോൾ വാർഷിക മെയിൻ്റനൻസ് ഫീസോ ATM ചാർജോ മറ്റ് SMS അലേർട്ട് ചാർജുകളോ നഷ്ടപ്പെടാതിരിക്കാൻ ബാങ്ക് അധികൃതരോട് പ്രത്യേകം അന്വേഷിച്ച് ആനുകൂല്യങ്ങളുള്ള സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടുകൾ തുറക്കാൻ ശ്രദ്ധിക്കുക. അതേസമയം നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴി കൃത്യമായി പെൻഷൻ തുക ലഭിക്കുന്നവർ പുതിയ അക്കൗണ്ടുകൾ എടുക്കേണ്ടതില്ല. ഈ അക്കൗണ്ട് വിവരങ്ങൾ എന്ന്, എവിടെ, പഞ്ചായത്ത് വഴിയാണോ അതോ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ വഴിയാണോ സമർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ്. അതിനാൽ അക്കൗണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ആധാർ കാർഡ്, സജീവമായ മൊബൈൽ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നീ രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിലെ റേഷൻ കടകളിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും ജനങ്ങൾക്ക് കൂടുതൽ ഗുണനിലവാരവും പോഷകമൂല്യവുമുള്ള അരി ലഭ്യത ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അയൺ, വിറ്റാമിൻ B12 തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങിയ ഫോർട്ടിഫൈഡ് റൈസിന്റെ വിതരണം ഇതിന് ഉദാഹരണമാണ്. പൊതുവിപണിയിൽ കിലോയ്ക്ക് 33 രൂപയോളം വില വരുന്ന പെട്ടെന്ന് വേവുന്ന ജയ ടൈപ്പ് സ്പെഷ്യൽ അരി ഇത്തവണ കാർഡുടമകൾക്കായി വെറും 26 രൂപയ്ക്കാണ് ലഭ്യമാക്കുന്നത്. റേഷൻ കാർഡുകളുടെ തരംതിരിവനുസരിച്ച് നോക്കുകയാണെങ്കിൽ പിങ്ക് കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ ഫോർട്ടിഫൈഡ് അരി ലഭിക്കുമ്പോൾ നീലക്കാർഡ് ഉടമകൾക്ക് ഓരോ അംഗത്തിനും 2 കിലോ വീതമുള്ള സാധാരണ അരിക്ക് പുറമെ 3 കിലോ സ്പെഷ്യൽ അരിയും 26 രൂപ നിരക്കിൽ 10 കിലോ ജയ അരിയും ഗോതമ്പും പാക്കറ്റിന് 17 രൂപ നിരക്കിൽ 4 പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നുണ്ട്. ഇനി വെള്ളക്കാർഡുകാരുടെ കാര്യമെടുത്താൽ ആകെ 17 കിലോ അരിയും സ്പെഷ്യൽ അരിയും 26 രൂപയുടെ 10 കിലോ ജയ അരിയും ഉൾപ്പെടെ ഗോതമ്പും ആട്ടയും 1/2 ലിറ്റർ മണ്ണെണ്ണയും ഉൾപ്പെടെ മുൻപൊന്നും ലഭിക്കാത്തത്ര വിപുലമായ വിഹിതമാണ് ഈ ഓണക്കാലത്ത് അനുവദിച്ചു നൽകിയിരിക്കുന്നത്. റേഷൻ വിതരണത്തിന് പുറമെ സപ്ലൈകോ വഴി 229 രൂപയുടെ സിഗ്നേച്ചർ കിറ്റ് മുതൽ 2000 രൂപയുടെ തിരുവോണം കിറ്റ് വരെയുള്ള വിവിധ ഓണക്കിറ്റുകളും അടുത്ത മാസത്തെ 13 ഇനം സബ്സിഡി സാധനങ്ങൾ മുൻകൂറായി വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഹോർട്ടികോർപ്പ് വഴി നാട്ടിൻപുറങ്ങളിൽ നിന്നും നേരിട്ട് ശേഖരിച്ച വിഷരഹിത പച്ചക്കറികൾ കുറഞ്ഞ വിലയിൽ നൽകുന്ന ചന്തകളും സജീവമാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പിന് പിന്നാലെ ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഇന്ന് ഞായറാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 14,950 രൂപയും പവന് 1,19,600 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.